2767 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. തുടർച്ചയായ 4ാം ദിവസവും രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3 ലക്ഷം കടന്നു. 3,49,691 പേർക്കാണ് 24 മണിക്കൂറിനുടെ രോഗബാധ. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന മരണനിരക്കും പ്രതിദിന മരണനിരക്കുമാണ് ഇന്നത്തേത്. ഡൽഹിയിലെ പല ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് കൂട്ടമരണമുണ്ടായ ഡൽഹി ഗംഗാറാം ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം താൽക്കാലികമായി പരിഹരിച്ചു. സുരേഷാണ് ചേരുന്നത്. സുരേഷ്, എല്ലാ അർത്ഥത്തിലുമുള്ള ആശങ്കകൾ, അതിൽ മരണനിരക്ക് കൂടുന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. രോഗവ്യാപനം രൂക്ഷമാകുന്നു. അടിയന്തരമായി ലഭിക്കേണ്ട ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത എത്തരത്തിലുള്ളൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഗോപി പറഞ്ഞതുപോലെ ഏത് വിധത്തിലുള്ളൊരു ദുരന്തം എന്നുള്ളത് ഇപ്പോഴും നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്താണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ 3 ദിവസമായി 2000-ന് മുകളിലാണ് രാജ്യത്തെ കോവിഡ് മരണം എന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ അല്ലാതെ 2700-ന് മുകളിലേക്ക് പോകുന്നു. ആദ്യമായാണ് ഒരു രാജ്യത്ത് ഇത്രയധികം മരണം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, കോവിഡ് രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയാണ്. ഈ മാസം 22-ാം തീയതിയാണ് ആദ്യമായിട്ട് 3 ലക്ഷം രോഗികൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 25 ആകുമ്പോഴേക്കും അത് 3 ലക്ഷത്തിൽ നിന്നും പ്രതിദിന വർധന 3.5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. 3,49,691 പേർക്കാണ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. 29 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇത് മാറി ഈ 3.5 ലക്ഷത്തിലേക്ക്. അത്രയും വലിയ തോതിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ വർധന നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഗോപി നേരത്തെ സൂചിപ്പിച്ച ഈ ഓക്സിജന്റെ ക്ഷാമം എന്ന് പറയുന്നത്. പ്രാണവായു കിട്ടാതെ ആളുകൾ തലസ്ഥാനത്ത് മരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. മറ്റൊരു രാജ്യത്തും നമ്മൾ കാണാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് ആശങ്കയും അത്രയ്ക്ക് ഭീതിതവുമായിട്ടുള്ളൊരു സാഹചര്യം, അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥ, നിസ്സഹായമായിട്ടുള്ള അവസ്ഥ, ഇതാണ് രാജ്യ തലസ്ഥാനത്ത് നമ്മൾ കാണുന്നത്. ഇന്നലെ രാവിലെയൊക്കെ തന്നെ ഈ വിധത്തിൽ ഓക്സിജൻ ക്ഷാമമുണ്ട് എന്ന് പല ആശുപത്രി അധികൃതരും ഇന്നലെയും മിനിഞ്ഞാന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയില്ല, കരയുന്ന കുട്ടിക്ക് പാലെന്ന്. ആ അവസ്ഥയിലാണ്. എവിടെയാണോ ഓക്സിജൻ ക്ഷാമമുണ്ട് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നത് അവിടത്തേക്ക് ഓക്സിജൻ എത്തിക്കുക, മറ്റുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ 3 ആശുപത്രികളിലെങ്കിലും ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ക്ഷാമം നേരിടുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് മയൂർ വിഹാറിലെ ജീവൻ അൽമോർ ആശുപത്രിയിലാണ്. ഈ ജീവൻ അൽമോർ ആശുപത്രിയിലേക്കുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്നത് അധികൃതർ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അവിടെയുള്ള രോഗികൾക്ക് തന്നെ ഇനി 2 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് പറയുന്നു. ആശുപത്രിയുടെ ഗേറ്റ് വരെ ആളുകൾ രോഗികളെയും കൊണ്ട് ചെല്ലുന്നു, അവിടെ വെച്ച് തടയുന്നു, അവിടെ വെച്ച് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കേറ്റം ഉണ്ടാകുന്നു. ആ സമയത്ത് റിക്ഷകളിൽ കിടന്ന് പിടയുകയാണ് ഈ രോഗികളായിട്ടുള്ള ആളുകൾ. അവർക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയും മറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ എത്താതിരിക്കാം. അത്രയ്ക്ക് ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥയാണ് തലസ്ഥാനത്ത് നമ്മൾ കാണുന്നത്. ഈ മയൂർ വിഹാറിലെ ജീവൻ അൽമോർ ആശുപത്രിയിൽ മാത്രമല്ല, ഫോർട്ടിസ് ആശുപത്രിയിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഫോർട്ടിസിലും ഇതേപോലെ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. മറ്റൊരു ആശുപത്രി ഓഖ്ല ആശുപത്രിയാണ്. ഈ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ തന്നെ, മയൂർ വിഹാറിലെ ആശുപത്രികളിലൊക്കെ മലയാളികൾ ധാരാളമായിട്ട് എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും അധികം ഇപ്പോൾ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ഈ സ്ഥലത്തേക്കൊക്കെ ഓക്സിജൻ ഉടൻ എത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ ഘട്ടത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോപി, സങ്കടകരമായ ദൃശ്യങ്ങളാണ് പലയിടത്തു നിന്നും കാണുന്നത്. കൂട്ടക്കരച്ചിലിൻ്റെയും ശ്വാസം കിട്ടാതിരിക്കുന്നതിൻ്റെയും. അതിനിടയിൽ ഒരു കാര്യം കൂടി സുരേഷ്, ഇത്രയും രാജ്യം പ്രാണവായുവിനായി ഓടി നടക്കുന്ന സമയത്തും നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീവ സങ്കടകരമായ കാഴ്ച. എന്തായാലും അതിനിടയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ട്വീറ്റുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ കേന്ദ്ര സർക്കാർ പുലർത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആ ശ്രദ്ധ? ഗോപി, അതിന് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ രാജ്യം നിലനിൽക്കുമ്പോൾ പരിഹസിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത് ഈ ആളുകൾക്ക് പ്രാണവായു നൽകുന്നതിനേക്കാൾ വേഗതയിലാണ് സർക്കാരിനെ വിമർശിക്കുന്ന ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സെക്കൻഡിൽ ജീവനുണ്ടോ എന്നറിയാതെ ആളുകൾ നെട്ടോട്ടം ഓടി കരഞ്ഞുകൊണ്ട് ബന്ധുക്കൾ കഴിയുമ്പോഴാണ് അതിവേഗത്തിൽ ടെലികോം മന്ത്രാലയത്തിൽ നിന്നും ട്വിറ്ററിന് നിർദ്ദേശം പോകുന്നത്. ഈ സർക്കാരിനെ പ്രത്യേകിച്ച് പറയുന്നത് ടെലികോം നയത്തിന് വിരുദ്ധമായിട്ടുള്ള കണ്ടന്റുള്ള ട്വീറ്റുകൾ നീക്കം ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ ട്വിറ്ററിൽ നിന്നും നടപടി ഉണ്ടാകുകയും ചെയ്യുന്നു.
50 ട്വീറ്റുകളാണ് ഈ വിധത്തിൽ നീക്കിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന മന്ത്രിമാരുണ്ട്, പാർലമെന്റ് അംഗങ്ങളുണ്ട്, ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ മന്ത്രി മൊളോയ് ഘാട്ടക്ക് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് അംഗമായിട്ടുള്ള രേവത് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നീക്കം ചെയ്തതിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ നടൻ വിനീത് കുമാർ സിൻഹ അദ്ദേഹത്തിൻ്റെയും ട്വീറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ ഇവരുടെയൊക്കെ ട്വീറ്റുകളാണ് ഇപ്പോൾ ഈ നീക്കം ചെയ്തിട്ടുള്ളതിൻ്റെ കൂട്ടത്തിലുള്ളത്. 50 ട്വീറ്റുകളാണ് ഇതുവരെ നീക്കം ചെയ്തിട്ടുള്ളത്. സർക്കാരിനെ വിമർശിക്കുന്ന വിധത്തിലുള്ള ട്വീറ്റുകളാണ് ഇതെല്ലാം തന്നെ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ, കാരണം ട്വിറ്റർ പറഞ്ഞത് ഈ പ്രാദേശിക ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുള്ള നിയമം ലംഘിക്കുന്നതാണെങ്കിൽ അത് ആ രാജ്യത്ത് തന്നെ മാത്രം നീക്കം ചെയ്യാം, മറ്റു രാജ്യങ്ങളിൽ ആ ട്വീറ്റ് ലഭിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് ശ്വാസം മുട്ടുന്ന അവസ്ഥ. പ്രധാനമന്ത്രി സംസാരിക്കുന്നു മൻ കി ബാത്തിൽ തത്സമയം. जानकारी दे रहे हैं, फोन पर व्हाट्सएप पर भी काउंसलिंग कर रहे हैं. कई हॉस्पिटल की वेबसाइटें हैं जहां जानकारियां भी उपलब्ध हैं और वहां आप डॉक्टर से परामर्श भी ले सकते हैं. ये बहुत सराहनीय है. मेरे साथ श्रीनगर से डॉक्टर नावीद नजीर शाह जुड़ रहे हैं. डॉक्टर नावीद श्रीनगर के गवर्नमेंट मेडिकल कॉलेज में प्रोफेसर हैं. नावीद जी अपनी देखरेख में अनेकों कोरोना पेशेंट्स को ठीक कर चुके हैं और रमजान के इस पवित्र माह में डॉक्टर नावीद अपना कार्य भी निभा रहे हैं और उन्होंने हमसे बातचीत के लिए समय भी निकाला है. आइए उन्हीं से बात करते हैं. नावीद जी नमस्कार. नमस्कार सर. डॉक्टर नावीद, मन की बात के हमारे श्रोताओं ने इस मुश्किल समय में पैनिक मैनेजमेंट का सवाल उठाया है. आप अपने अनुभव से उन्हें क्या जवाब देंगे? देखिए, जब कोरोना शुरू हुआ तो कश्मीर में जो सबसे पहला हॉस्पिटल डिजिग्नेट हुआ एज कोविड हॉस्पिटल वो हमारा सीडी हॉस्पिटल था, जो मेडिकल कॉलेज के अंडर में आता है. तो उस टाइम एक खौफ का माहौल था लोगों में, तो था ही. वो समझते थे शायद कोविड का इन्फेक्शन किसी को हो जाता है तो एक डेथ सेंटेंस माना जाएगा ये. और ऐसे ही जो हमारे अस्पतालों में डॉक्टर साहिबान या पैरामेडिकल स्टाफ काम करते थे, उनमें भी एक खौफ का माहौल था कि हम इन पेशेंट्स को कैसे फेस करेंगे, हमें इन्फेक्शन होने का खतरा नहीं है. लेकिन जो ही टाइम गुजरा हमने भी देखा कि अगर पूरी तरीके से हम जो प्रोटेक्टिव गियर पहने और एहतियाती तदाबीर जो है उन पे अमल करें तो हम भी सेफ रह सकते हैं और हमारा जो बाकी स्टाफ है वो भी सेफ रह सकता है. और आगे आगे जब भी हम देखते गए तो ये मरीज, जो कुछ लोग बीमार थे, कुछ एसिम्प्टोमेटिक थे, यानी कि उनमें कोई बीमारी के कोई लक्षण नहीं थे, हमने देखा कि करीब करीब 90-95% से ज्यादा जो मरीज है वो खुद विदाउट एनी मेडिकेशन भी ठीक हो जाते हैं. तो वक्त जैसे गुजरता गया तो लोगों में जो कोरोना का एक डर था वो बहुत कम हो गया. आज की बात जो हम ये सेकंड वेव जो इस टाइम हमारी आई है इस कोरोना में, इस टाइम भी हमें पैनिक होने की जरूरत नहीं है. इस मौके पे भी हम अगर जो प्रोटेक्टिव मेजर्स हैं, जो SOPs है, अगर उन पे हम अमल करेंगे, जैसे मास्क पहनना, हैंड सैनिटाइजर का यूज करना, इसके अलावा फिजिकल डिस्टेंस मेंटेन करना या सोशल गैदरिंग्स हम अवॉइड करें, तो हम अपना रोजमर्रा का काम भी बखूबी निभा सकते हैं और इस बीमारी से प्रोटेक्शन भी पा सकते हैं. डॉक्टर नावीद, वैक्सीन को लेकर भी लोगों के कई सारे सवाल हैं, जैसे कि वैक्सीन से कितनी सुरक्षा मिलेगी, वैक्सीन के बाद कितना आश्वस्त रह सकते हैं. आप कुछ बात इसमें बताएं तो श्रोताओं को बहुत लाभ होगा. जब कोरोना का इन्फेक्शन सामने आया तब से आज तक हमारे पास अभी कोविड-19 के अगेंस्ट कोई इफेक्टिव ट्रीटमेंट अवेलेबल नहीं है. तो हम इस बीमारी को फाइट 2 ही चीजों से कर सकते हैं. एक तो प्रोटेक्टिव मेजर, और हम पहले से ही कह रहे थे कि अगर कोई इफेक्टिव वैक्सीन हमारे पास आए तो वो हमें इस बीमारी से निजात दिला सकता है. और हमारे मुल्क में 2 वैक्सीन इस टाइम अवेलेबल है, कोवैक्सीन है, कोविशील्ड है, जो यहीं पे बना हुआ वैक्सीन है. और कंपनीज भी अपनी जो उन्होंने ट्रायल्स की हैं तो उसमें भी देखा गया है कि इसकी एफिकेसी जो है वो 60% से ज्यादा है. अगर हम जम्मू कश्मीर की बात करें, हमारी यूटी में अभी तक 15 से 16 लाख तक लोगों ने अभी ये वैक्सीन लगाया है. हाँ, सोशल मीडिया में काफी इसके जो मिसकंसेप्शन या मिथ्स इसमें आए थे कि
ये साइड इफेक्ट्स हैं। अभी तक हमारी जो भी यहाँ पे वैक्सीन लगे हैं कोई साइड इफेक्ट उनमें नहीं पाया गया है। सिर्फ जो आम हर किसी वैक्सीन के साथ एसोसिएटेड होता है, किसी को बुखार आना, पूरे बदन में दर्द या लोकल साइट जहाँ पे इंजेक्शन लगता है वहाँ पे पेन होना, ऐसे ही साइड इफेक्ट्स हमने हर मरीज में देखे हैं। तो कोई ग्रॉस हमने कोई एडवर्स इफेक्ट नहीं देखा है। हाँ, और दूसरी बात, लोगों में ये भी आशंका थी कि कुछ लोग आफ्टर वैक्सीनेशन यानी वैक्सीन टीकाकरण के बाद पॉजिटिव हो गए। इसमें कंपनी से ही गाइडलाइंस है कि उसमें अगर किसी को टीका लगा है उसके बाद उसको इन्फेक्शन हो सकता है, वो पॉजिटिव हो सकता है, लेकिन जो बीमारी की सीवियरिटी है यानी बीमारी की शिद्दत जो है उन मरीजों में उतनी नहीं होगी। यानी कि वो पॉजिटिव हो सकते हैं लेकिन जो बीमारी है वो एक जानलेवा बीमारी उनमें साबित नहीं हो सकती है। इसलिए जो भी ये मिसकंसेप्शंस हैं वैक्सीन के बारे में वो हमें दिमाग से निकालने चाहिए, और जिस जिसकी बारी आई, क्योंकि 1 मई से हमारा पूरे मुल्क में जो भी 18 साल से ज्यादा की उम्र के हैं उनको वैक्सीन लगाने का कार्यक्रम शुरू होगा, तो लोगों से अपील यही करेंगे कि आप आए, वैक्सीन लगवाएं और अपने आप को भी प्रोटेक्ट करें, और ओवरऑल हमारी सोसाइटी और हमारी कम्युनिटी इससे प्रोटेक्ट हो जाएगी कोविड-19 के इन्फेक्शन से। डॉक्टर नावीद, आपका बहुत बहुत धन्यवाद और आपको रमजान के पवित्र महीने की बहुत बहुत शुभकामनाएं। बहुत बहुत शुक्रिया। साथियों, कोरोना की इस संकट काल में वैक्सीन की अहमियत सभी को पता चल रही है। इसलिए मेरा आग्रह है कि वैक्सीन को लेकर किसी भी अफवाह में न आए। आप सभी को मालूम भी होगा कि भारत सरकार की तरफ से सभी राज्य सरकारों को फ्री वैक्सीन भेजी गई है, जिसका लाभ 45 साल की उम्र के ऊपर के लोग ले सकते हैं। अब तो 1 मई से देश में 18 साल के ऊपर के हर व्यक्ति के लिए वैक्सीन उपलब्ध होने वाली है। अब देश का कॉरपोरेट सेक्टर, कंपनियां भी अपने कर्मचारियों को वैक्सीन लगाने के अभियान में भागीदारी निभा पाएगी। मुझे ये भी कहना है कि भारत सरकार की तरफ से मुफ्त वैक्सीन का जो कार्यक्रम अभी चल रहा है वो आगे भी चलता रहेगा। मेरा राज्यों से भी आग्रह है कि वो भारत सरकार के इस मुफ्त वैक्सीन अभियान का लाभ अपने राज्य के ज्यादा से ज्यादा लोगों तक पहुंचाएं। साथियों, हम सब जानते हैं कि बीमारी में हमारे लिए अपने परिवार की देखभाल करना मानसिक तौर पर कितना मुश्किल होता है, लेकिन हमारे अस्पतालों के नर्सिंग स्टाफ को तो यही काम लगातार कितने ही मरीजों के लिए एक साथ करना होता है। ये सेवा भाव हमारे समाज की बहुत बड़ी ताकत है। नर्सिंग स्टाफ द्वारा की जा रही सेवा और परिश्रम के बारे में सबसे अच्छे से तो कोई नर्स ही बता सकती है। इसलिए मैंने रायपुर के डॉक्टर BR अंबेडकर मेडिकल कॉलेज हॉस्पिटल में अपनी सेवाएं दे रही सिस्टर भावना ध्रुव जी को मन की बात में आमंत्रित किया है। वो अनेकों कोरोना मरीजों की देखभाल कर रही हैं। आइए उन्हीं से बात करते हैं। नमस्कार भावना जी। आदरणीय प्रधानमंत्री जी, नमस्कार। भावना जी, यस सर। मन की बात सुनने वालों को आप जरूर ये बताइए कि आपके परिवार में इतनी सारी जिम्मेवारियां, इतने सारे मल्टीटास्क, और उसके बाद भी आप कोरोना के मरीजों के साथ काम कर रही हैं। कोरोना के मरीजों के साथ आपका जो अनुभव रहा वो जरूर देशवासी सुनना चाहेंगे, क्योंकि सिस्टर जो होती हैं, नर्सेज जो होते हैं, वो पेशेंट के सबसे निकट होती है और सबसे लंबे समय तक होती है। तो वो हर चीज को बड़ी बारीकी से समझ सकती है। जी बताइए। जी सर, मेरा टोटल एक्सपीरियंस कोविड में सर 2 मंथ का है सर। हम 14 डेज ड्यूटी करते हैं और 14 डेज के बाद हमें रेस्ट दिया जाता है। फिर 2 महीने बाद हमारी ये कोविड ड्यूटी रिपीट होता है सर। जब सबसे पहले मेरी कोविड ड्यूटी लगी तो सबसे पहले मैं अपने फैमिली मेंबर्स को ये कोविड ड्यूटी की बात शेयर करी। ये मई की बात है और मैं ये जैसे ही मैंने शेयर किया, सबके सब डर गए, घबरा गए मुझसे, कहने लगे कि बेटा ठीक से काम करना। एक इमोशनल सिचुएशन था सर बीच में, जब मेरी बेटी मुझसे पूछी, मम्मा आप कोविड ड्यूटी जा रहे हो, तो उस समय बहुत ही ज्यादा मेरे लिए इमोशनल मोमेंट था। लेकिन जब मैं कोविड पेशेंट के पास गई तो मैं एक जिम्मेदारी घर में छोड़ के गई, और जब मैं कोविड पेशेंट से मिली सर तो वो
उनसे और ज्यादा घबराए हुए थे। कोविड के नाम से सारे पेशेंट इतना डरे हुए थे सर कि उनको समझ में ही नहीं आ रहा था कि उनके साथ क्या हो रहा है, हम आगे क्या करेंगे। हम उनके डर को दूर करने के लिए उनसे बहुत अच्छे से हेल्दी एनवायरनमेंट दिए सर उन्हें। हमें जब ये कोविड ड्यूटी करने को कहा गया तो सर सबसे पहले हमको पीपी किट पहनने के लिए कहा गया सर, जो कि बहुत ही कठिन है पीपी किट को पहन करके ड्यूटी करना। सर ये बहुत टफ था हमारे लिए। मैंने 2 मंथ की ड्यूटी में हर जगह 14-14 दिन ड्यूटी किए, वार्ड में, आईसीयू में, आइसोलेशन में सर। यानी कुल मिलाकर तो आप 1 साल से इसी काम को कर रही है। यस सर। वहां जाने से पहले मुझे नहीं पता था कि मेरे कलीग्स कौन है। हम एक टीम मेंबर की तरह काम किए सर, उनका जो भी प्रॉब्लम थे उनको शेयर किए, हम जाने पेशेंट के बारे में और उनका स्टिग्मा दूर किया सर। कई लोग ऐसे थे सर कि जो कोविड के नाम से ही डरते थे, वो सारे सिम्टम्स उनमें आते थे जब हम हिस्ट्री लेते थे उनसे, लेकिन वो डर के कारण वो अपना टेस्ट नहीं करवा पाते थे। तो हम उनको समझाते थे और सर जब सीवियरिटी बढ़ जाती थी तब उनका लंग्स ऑलरेडी इन्फेक्टेड हो चुका रहता था, तब उनको आईसीयू की जरूरत रहती थी, तब वो आते थे और साथ में उनकी पूरी फैमिली आती थी। तो ऐसा 1-2 केस हमने देखा सर, और ऐसा भी नहीं कि हर एक एज ग्रुप के साथ काम किया सर हमने, जिसमें छोटे बच्चे थे, महिला, पुरुष, बुजुर्ग, सारे तरह के पेशेंट थे सर। उन सबसे हमने बात करी तो सबने कहा कि हम डर की वजह से नहीं आ पाए। सबका यही हमें आंसर मिला सर। तो हम उनको समझाएं सर कि डर कुछ नहीं होता है, आप हमारा साथ दीजिए, हम आपका साथ देंगे, बस आप जो भी प्रोटोकॉल्स है उसे फॉलो कीजिए, बस हम इतना उनसे कर पाए सर। भावना जी, मुझे बहुत अच्छा लगा आपसे बात कर करके। आपने काफी अच्छी जानकारियां दी हैं, अपने स्वयं के अनुभव से दी हैं, तो जरूर देशवासियों को इससे एक पॉजिटिविटी का मैसेज जाएगा। आपका बहुत बहुत धन्यवाद भावना जी। थैंक यू सो मच सर, थैंक यू सो मच। जय हिंद सर। जय हिंद। भावना जी और नर्सिंग स्टाफ के आप जैसे हजारों लाखों भाई बहन बखूबी अपना कर्तव्य निभा रहे हैं। ये हम सभी के लिए बहुत बड़ी प्रेरणा है। आप अपने स्वास्थ्य पर भी खूब ध्यान दीजिए, अपने परिवार का भी ध्यान रखिए। साथियों, हमारे साथ इस समय बेंगलुरु से सिस्टर सुरेखा जी भी जुड़ी हुई है। सुरेखा जी केसी जनरल हॉस्पिटल में सीनियर नर्सिंग ऑफिसर हैं। आइए उनके अनुभव भी जानते हैं। नमस्ते सुरेखा जी। I am really proud and honored, sir, to speak to Prime Minister of our country. सुरेखा जी, you along with all fellow nurses and hospital staff are doing excellent work. India is thankful to you all. What is your message for the citizens in this fight against COVID-19? Yes, sir. Being a responsible citizens, I would really like to tell something like, please be humble to your neighbors, and early testing and proper tracking help us to reduce the mortality rate. And moreover, please, if you find any symptoms, isolate yourself and consult nearby doctors and get treated as early as possible. So community need to know awareness about this disease and be positive. Don't be panic and don't be stressed out. It worsen the condition of the patient. We are thankful to our government, proud to have a vaccine also. I'm already vaccinated. With my own experience, I wanted to tell the citizens of India, no vaccines provides 100% protections immediately. It takes time to build a immunity. Please don't be scared to get vaccinated. Please vaccinate yourself. There is a minimal side effects, and I want to deliver the message like stay at home, stay healthy, avoid contact with the people who are sick, and avoid touching the nose, eyes and mouth unnecessarily. Please practice physical distancing, wear mask properly, wash your hands regularly, and home remedies you can practice in the house. Please drink Ayurvedic kadha, take steam inhalation and mouth gargling every day, and breathing exercise so you can do it. And one more thing, last and not least, please have a sympathy towards frontline workers and professionals. We need your support and cooperation. We will fight together. We will get through with the pandemic. This is what my message to the people, sir. Thank you, Surekha ji. വാരാന്ത്യ നിയന്ത്രണങ്ങളോട് സഹകരിച്ച് കേരളം.
ഇന്നും ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. പള്ളികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഞായറാഴ്ച കുർബാനകളും പ്രാർത്ഥനകളും നടന്നത്. നാളെ സർവകക്ഷി യോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആലോചിക്കും. സംസ്ഥാനത്ത് ചികിത്സയുള്ളവരുടെ എണ്ണം 2 ലക്ഷത്തിനടുത്തെത്തി. രോഗികളുടെ എണ്ണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശരനാണ് ചേരുന്നത്. ശരൺ, നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ തെരുവുകളുടെ അവസ്ഥ? മാത്രമല്ല നമ്മുടെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? കോപീഷൻ, തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും നിരത്തുകളിൽ ഇറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം ഇന്നും വളരെ കുറവാണ്. ആളുകൾ പൊതുവെ പൂർണ്ണമായും തന്നെ ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ജില്ലയിലാകെ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയൻകീഴാണ്. നേരത്തെ നമ്മൾ നഗരപ്രദേശങ്ങളിലുള്ള ജനജീവിതം അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ എങ്ങനെയായിരുന്നു പോലീസ് പരിശോധന എന്നുള്ള കാര്യമാണ് നമ്മൾ പങ്കുവച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. അതായത് ഈ സത്യപ്രസ്താവന കാണിക്കുന്ന ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത്. ഒപ്പം തന്നെ ഈ കല്യാണത്തിന് പോകുന്ന ആളുകളിൽ നിന്നും ക്ഷണക്കത്തടക്കം കാണിച്ചാൽ മാത്രമേ അവരെ കടത്തിവിടുകയും ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കർശന പരിശോധനകൾ നഗരപ്രദേശങ്ങളിലും പോലീസ് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ തിരുവനന്തപുരത്തുമുണ്ട്. കാരണം ഇന്നലെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2300 കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.3% രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ കൂടുതൽ നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം വരും ദിവസങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ICU ബെഡുകളുടെ 70% നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ICU വെന്റിലേറ്റർ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ നിരത്തുകളിലെ ശക്തമായ പരിശോധന നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ശക്തമായ മുന്നൊരുക്കങ്ങളും വരാൻ പോകുന്ന ഏത് സാഹചര്യത്തിൽ നേരിടാനുള്ള ഒരുക്കങ്ങളും നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com